ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മളൊരു ടോപ്പിക് ബേസ്ഡ് ടോക്കൊന്നുമല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എനിക്കത് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് പേടി അത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമാർ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ ഒരു കാലമാകുമ്പോൾ നീ തന്നെ പഠിച്ചോളും, കുറേ കാര്യങ്ങൾ തന്നെ പഠിച്ചോളും. ഇപ്പം അടുക്കളയിൽ പണി ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് കൂടുതൽ കുക്കിങ് കാര്യങ്ങൾ ഇതൊന്നും വശമില്ല, ഞാനിതിപ്പം എങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. ഇന്നിപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ കാരണം എനിക്ക് 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നത്തെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞാൻ ഓഫീസിൽ രാവിലെ വന്നു. ഓഫീസിൽ വന്നപ്പം ഇന്ന് ഞാൻ രാവിലെ വന്നപ്പം ഇവിടുത്തെ 1-2 സ്റ്റാഫ് ലീവായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം എൻ്റെ അല്ലാത്തൊരു കാൻഡിഡേറ്റ് വന്നു. ആൾക്ക് ഡോക്യുമെൻറ്റ്സ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇന്ന് വരെ ഈ പരിപാടി ചെയ്തിട്ടില്ല. ദെൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ, എന്താ പറയുക, അത് ചെക്ക് ലിസ്റ്റ് പ്രകാരം അത് നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി ഇത് എൻ്റെ സെറ്റ് ഓഫ് കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ ആള് വന്നു, ഇത് ഫുള്ള് ഹാൻഡിൽ ചെയ്യണം. അതായത് എനിക്ക് എൻ്റെ വർക്ക് നിൽപ്പുണ്ട്, ദെൻ ബാക്കി ഇത്രയും കാര്യങ്ങൾ ഇയാളുടെ ഫുൾ കാര്യങ്ങൾ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങനെ അയാളെ നിർത്തി മുഷിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒരു നിമിഷത്തേക്ക് ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ അവരെയൊക്കെ വിളിച്ചു, ലീവായവരെയൊക്കെ വിളിച്ചു, എങ്ങനെ ഇത്, എന്താ ഇത്, എങ്ങനെയാ ഒക്കെ ഉള്ളത്. അപ്പം അവരെ എനിക്ക് ഗൈഡ് ചെയ്തു, അവരെനിക്ക് പറഞ്ഞു തന്നു. എന്നാൽ പോലും എനിക്ക് പറ്റത്തില്ല. അല്ലെ, ഞാനിത് കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഇവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാനത് എന്താണെന്ന് അറിയാനോ അല്ലെ എന്താണെന്ന് നോക്കാനോ ഒന്ന് ചെയ്ത് നോക്കാനോ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് നോ ഐഡിയ. ആ ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് ഇന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത്. അപ്പം വേറെ ആരും ഇല്ല, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പം ഇന്ന് കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തു. എനിക്കത് ചെയ്യാൻ പറ്റി, അതുപോലെ എൻ്റെ വർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റി. അപ്പം ഇതാണ് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കത് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. ഇനി വേറൊരു കാര്യം പറയാം. ഞാൻ മുന്നേ ഞാനൊരു 10th വരെ 12th വരെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്കൂൾ ബസ്സിന് രാവിലെ സ്കൂൾ ബസ് ഒരു മഞ്ഞ വണ്ടി വരും, അതിൽ കയറും, നേരെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങും, അവിടെ നിന്ന് തിരിച്ചു പോകുമ്പം സെയിം സ്കൂൾ ബസ്സിൽ വരെ തിരിച്ച് വീട്ടിൽ വന്നിറങ്ങാം. ഈ ഒരു രീതി അല്ലാതെ എനിക്ക് വേറെ എങ്ങും പോകാനും അറിയത്തില്ല. ഞാൻ ഒറ്റ കുട്ടിയാണ്. സോ വേറെ എങ്ങും പോകാനും എനിക്കറിയത്തില്ല, ബസ്സിൽ കയറാനും എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. ആകെ എന്താ, എപ്പോഴും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്നെ കാണാതെ പോവോ, അയ്യോ ഞാൻ കാണാതെ പോയാൽ എന്ത് ചെയ്യും, എനിക്ക് ആകെ ഈ മഞ്ഞ വണ്ടിയാണ് എൻ്റെ മനസ്സിൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ഈ വൺസ് എനിക്ക് സ്കൂൾ ബസ്സിൽ നിന്ന് മാറി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ 10th ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ അവിടുന്ന് വീട്ടിൽ നിന്ന് എൻ്റെ സ്കൂൾ വരെ ഞാൻ ബസ്സിൽ പോയി. അന്ന് എനിക്ക് ആ ടിക്കറ്റ് ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വെച്ചു. കാരണം ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ ഒരു ഇത് എനിക്ക് ആക്ച്വലി ആ ഒരു കംഫർട്ട് സോണിലായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടന്നപ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് എവിടെ വേണേലും പോകാനറിയാം. ബസ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏതൊരു മോഡലാണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പോയാൽ തന്നെ തിരിച്ച് വീട്ടിലെത്താനുള്ള വഴി അറിയാം. പക്ഷെ മുന്നത്തെ എന്നെ അപേക്ഷിച്ച് ഈ പരിപാടികളൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇവിടുന്ന് അവിടെ അത്രേ ഉള്ളൂ, എൻ്റെ ലോകം അത്രേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ എവിടുന്നാണെന്ന് അറിയത്തില്ല, നമുക്കൊരു പവർ ഉണ്ടാവും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇനി എൻ്റെ വേറൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു. അപ്പം ഓൾറെഡി ഞാൻ വർക്കിംഗ് ആണ്, അപ്പം കണ്ടിന്യൂസ് ലീവ് എന്നുള്ളത് കിട്ടത്തില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. പക്ഷേ ഹോസ്പിറ്റലിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ നോക്കുമ്പം അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു മൈനർ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് പറഞ്ഞ പോലെ ഇതൊക്കെ എനിക്ക് പുതിയതായിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഊഹിക്കാമല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു. അതായത് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ വഴിയരിക് ഇൻ ദ സെൻസ് ആ പോണ വഴിയില്ലേ, നമ്മൾ ഇപ്പോൾ റൂമുകളിലോട്ട് പോണത്, വാർഡിൻ്റെ ഫ്രണ്ടിൽ തറയിൽ ഒരു ബെഡ്, അതിൻ്റെ താഴെ ഒരാൾ, അതിൻ്റെ ഇപ്പുറം ഒരാൾ, പിന്നെ ചില കട്ടിലെ 2 പേര്, ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. ഒരിക്കലും നമ്മൾ പോയി ഇങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ എത്ര ലക്കിയാ, എത്ര ഭാഗ്യവാന്മാരാ നമുക്ക് മനസ്സിലാവും. അവരൊക്കെ എന്ത് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. ഓരോരുത്തർ താഴെ തറയിലിരുന്ന് ഫുഡ് കഴിക്കണു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേനും നമ്മളൊക്കെ എന്താ പറയുക ശരിക്കും ലക്കിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചായയോ ഫുഡോ എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോകാനോ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ചുറ്റണം.
ഞാൻ ആ ദിവസങ്ങളിൽ, അതായത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ എൻ്റെ 3 കിലോ വരെ കുറഞ്ഞു. എന്താ, ഈ നടത്തമാണ്. ഒരു റൂമിൽ നിന്ന് ചായ മേടിക്കാനാണെങ്കിലും എന്ത് മേടിക്കാനും ഒത്തിരി നടക്കേണ്ടി വന്നു. എനിക്ക് ഒരാളും ഹെൽപ്പിനുണ്ടായിരുന്നില്ല. കസിൻസ് ഇടയ്ക്ക് വന്നു പോയി എന്നല്ലാതെ ഒരാളും നിന്നില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് ഒരു രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആളെ ടേക്ക് കെയർ ചെയ്യണം, മെഡിസിൻസ് കാര്യങ്ങൾ മേടിക്കാൻ പോകണം, ഫുഡ് മേടിക്കാൻ പോകണം, ചായ മേടിക്കാൻ പോകണം, ഇനി കാണാൻ വരുന്നവർ അവരെ അവിടെ നിന്ന് വിളിച്ച് റൂം വരെ എത്തിക്കണം. ഇങ്ങനെയുള്ളൊരു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ ഞാൻ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല, ഞാനത് ചെയ്തു. എനിക്ക് ആ സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു. ഇനി അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി കുക്കിങ് കാര്യങ്ങളൊന്നും വലിയതായിട്ട് അറിയത്തില്ല. ജസ്റ്റ് മുട്ട പൊരിക്കാനും മാഗി ഉണ്ടാക്കാനും അറിയാമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. വൺസ് ഞാൻ ജോലി കിട്ടി, വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങിയ സമയത്ത് രാവിലെ എനിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ ഈ 3 നേരത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഞാൻ രാവിലെ വിളിച്ച് എണീക്കൂല, എനിക്ക് രാവിലെയാണ് ഉറക്കം മൊത്തം. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ടോട്ടലി ചേഞ്ചായി. അതായത് രാവിലെ 6 അല്ലെ 5, 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുക, രാവിലത്തേക്കുള്ള ഫുഡ് വെക്കുക, ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും എല്ലാം പാക്ക് ചെയ്യുക, ദെൻ വൈകിട്ട് വന്നിട്ടാണെങ്കിൽ രാത്രിയിലത്തേനുള്ള എന്താന്ന് വെച്ചാൽ കുക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു രീതിയിലോട്ടായി. അതായത് രാവിലെ ഓഫീസിൽ പോകുന്നതിനും ഇതൊക്കെ സെറ്റായിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെ എൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനും അതുപോലെ ഇരുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ വൺസ് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് തുടങ്ങിയ ശേഷം എനിക്കിതൊക്കെ നോർമലാണ്, ഓക്കെ ആണ്. കുറെ കൂടെ കോൺഫിഡൻ്റ് ആയി, ബോൾഡായി. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊരു പേഴ്സണാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയ്യണം, ചെയ്തു പോവും. അങ്ങനെയാണ് ഓരോ സ്റ്റേജും. അപ്പം നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡു ഫേസ് ഇറ്റ്. അത് സ്ട്രഗിൾസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, എല്ലാം ടെമ്പററി ആണ്. നമ്മൾ വൺസ് ആ ഫേസിൽ കൂടെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവത്തേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.